റൊണാൾഡോയുടെ പല്ല് കാണുമ്പോഴേ അറിയാം പിന്നിയേഴ്സ് ആണ്. പിന്നിയേഴ്സ്, ടൂത്ത് വൈറ്റനിങ്, അലൈനേഴ്സ് ഇതൊക്കെ കോമൺലി അവർ ചെയ്യുന്നുണ്ട്. ചിലർക്ക് സത്യമായിട്ടും വയനാറ്റം കാണും, ചിലർക്ക് അതൊരു സൈക്കോളജിക്കൽ കാര്യമായിരിക്കും. നല്ല ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ്, ഒരു കേടും ഇല്ല, ഗംസ് ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്, ടോൺസിലൈറ്റിസ് ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. പുള്ളി പറയുന്നത് എനിക്ക് നാറുന്നു, എനിക്ക് അതാ പ്രശ്നം. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുവാണെങ്കിൽ ആ ഡിപ്പോസിറ്റ്സ് എല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഹോൾ ഡേ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ പലരും യോജിക്കാതെ വരും. ടൂത്ത് വൈറ്റനിങ്, ടൂത്ത് പേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി നമ്മുടെ പല്ലിന്റെ ലെയറിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ്, ആരാണെങ്കിലും ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത് അവസാനം പല്ലുവേദന വന്ന് ഫുഡ് കഴിക്കാൻ പറ്റാണ്ടായി അത്രയൊരു മോശം അവസ്ഥയിലെത്തുമ്പോഴേ ഡോക്ടറുടെ അടുത്ത് പോവുള്ളൂ. എന്താണ് ഒരു ഐഡിയലി എത്രയൊക്കെ തവണ നമ്മൾ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യണം? ഡെയിലി ചെക്കപ്സ്, റുട്ടീൻ ചെക്കപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? എല്ലാ 6 months കൂടി ഇരിക്കുമ്പോൾ ഒരു ഡെന്റൽ ചെക്കപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ കുഞ്ഞ് ഹിഡൻ ക്യാവിറ്റീസ് ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാ പല്ലും നല്ലതായിട്ടിരിക്കുമായിരിക്കും. ഇപ്പോൾ നല്ലതായിട്ട് ഫ്ലോസ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ ഹിഡൻ ക്യാവിറ്റീസ് ഉണ്ടാവുന്ന വളരെ ഭയങ്കര കോമൺലി ഉണ്ടാവും. 2 പല്ലിൻ്റെ ഇടയ്ക്കുള്ള ക്യാവിറ്റി അത് നമ്മൾ എക്സ്റേ എടുത്തായിരിക്കും മനസ്സിലാക്കണേ. അപ്പോൾ അത് മനസ്സിലാവാനും ഗം ഹെൽത്ത് പ്രോപ്പർലി ആയിട്ട് പോകാനും ഒക്കെ ഈ 6 months കൂടി ഇരിക്കുമ്പോൾ ഒരു ഫോളോ അപ്പ് വരുന്നത് വളരെ നല്ലതായിരിക്കും. ഈവൻ ഇംപ്ലാന്റ് ചെയ്തിട്ട് കഴിഞ്ഞു, ഇംപ്ലാന്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോയിട്ട് കാര്യമില്ല. എല്ലാ 6 months കൂടി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം പുറത്തുള്ളവരാണെങ്കിൽ നാട്ടിൽ എന്ന് വരുന്നോ അന്ന് ഒരു പ്രാവശ്യം ഡെന്റൽ ചെക്കപ്പ് ചെയ്തിരിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഈ ബോൺ ലോസ് ഉണ്ടായോ, ഇംപ്ലാന്റ് കറക്റ്റ്ലി പ്ലേസ്ഡ് ആണോ, ഹെൽത്തി ആയിട്ടിരിക്കുവാണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഒത്തിരി അത്യാവശ്യമുള്ള കാര്യമാണ്. വേൾഡ് കപ്പ് ഒക്കെ നടക്കുകയാണല്ലോ, നമ്മൾ ഫുട്ബോളേഴ്സിനൊക്കെ വളരെ അടുത്ത് ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് ആൾക്കാർ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒക്കെ പറയുന്നതാണ് ചില ഫുട്ബോളേഴ്സിനെ പറ്റി. ഇപ്പം എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ റൊണാൾഡോൻ്റെ പല്ലിനെ പറ്റി നോക്കുമ്പോൾ, പുള്ളിൻ്റെ പല്ലിന് നമ്മൾ ഒരു സമയത്ത് ഒരു ഡ്യൂറേഷനിൽ നോക്കുകയാണെങ്കിൽ വല്ലാത്തൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആസ് എ ഡെന്റിസ്റ്റ് ഡോക്ടർ ഇത് നോക്കി കാണുന്ന സമയത്ത് ഡോക്ടറിന് എന്താ തോന്നുന്നത്? എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കാം ഇപ്പം കേസ് ഇൻ പോയിന്റ് റൊണാൾഡോ അല്ലെങ്കിൽ പൊതുവെ സെലിബ്രിറ്റീസ് എടുക്കുന്നത്? വിനിയേഴ്സ്, ടൂത്ത് വൈറ്റനിങ്, അലൈനേഴ്സ് ഇതൊക്കെ കോമൺലി അവർ ചെയ്യുന്നുണ്ട്. റൊണാൾഡോയുടെ പല്ല് കാണുമ്പോഴേ അറിയാം അത് വിനിയേഴ്സ് ആണ്. നല്ല ഡിഫറൻസ് ഉണ്ട്. ആദ്യത്തെ പല്ലിൻ്റെ അതും രണ്ടാമത്തെ ചെയ്തേക്കുന്നതിൻ്റെ ഷേപ്പ് വരെ നല്ല മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ ടൂത്ത് വൈറ്റനിങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റിൽ കുറേ അധികം ടൂത്ത് വൈറ്റനിങ് ടൂത്ത് പേസ്റ്റ്സ് ഉണ്ട്. കോൾഗേറ്റ് ആണെങ്കിലും പെപ്സോഡന്റ് ആണെങ്കിലും ക്ലോസപ്പ് ആണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ടൂത്ത് പേസ്റ്റ്സ് എത്രത്തോളം യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ജനറലി നമ്മളൊരു ടൂത്ത് പേസ്റ്റ് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടൂത്ത് വൈറ്റനിങ്, ടൂത്ത് പേസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി നമ്മുടെ പല്ലിൻ്റെ ലെയറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ചെറിയ ടൈമിൽ ഒരു 2 weeks യൂസ് ചെയ്തിട്ട് അതങ്ങ് നിർത്തുക. കണ്ടിന്യൂസ് യൂസ് ചെയ്ത് പോരുത്. ലൈഫ് ടൈം അത് തന്നെ ഉപയോഗിച്ചുകൊണ്ട് പോരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് അങ്ങനെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് നാൾ ഒരു 2 weeks യൂസ് ചെയ്യുക, നിർത്തുക, എന്നിട്ട് പിന്നെ ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റിലോട്ട് പോവുക. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ല. മോണയൊക്കെ എവിടെയാണ് കാണേണ്ടത് അവിടെ തന്നെയാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ 1000 ppm ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് മതി. ഒത്തിരി ക്യാവിറ്റീസ് ഉണ്ടാവുന്ന ചാൻസസ് ഉള്ള ഒരു ആളാണെങ്കിൽ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് 5000 ppm ഉള്ള ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്താണ് ഈ ppm? അതൊരു യൂണിറ്റാണ്. കുഞ്ഞ് ചെറിയ എമൗണ്ടിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന യൂണിറ്റാണ്. പാർട്സ് പെർ മില്യൺ എന്ന് പറയും. അപ്പോൾ ഒത്തിരി ക്യാവിറ്റീസ് ഒക്കെ ഉണ്ടാവുന്ന ചാൻസസ് ഉണ്ടെങ്കിൽ 5000 ppm ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. ഒത്തിരി സെൻസിറ്റിവിറ്റി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അപ്പം കുറച്ച് നാളത്തേക്ക് പൊട്ടാഷ്യം നൈട്രേറ്റ് ഉള്ള ടൂത്ത് പേസ്റ്റ്, കുറച്ച് നാളെന്ന് പറഞ്ഞാൽ 1 മാസം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി സ്റ്റാനസ് ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുക. പൊട്ടാഷ്യം നൈട്രേറ്റ് ഉള്ള ടൂത്ത് പേസ്റ്റ് കണ്ടിന്യൂസ് അങ്ങ് യൂസ് ചെയ്യരുത്. 1 മാസത്തിൽ കൂടുതൽ, 6 മാസം 1 വർഷമൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യില്ല. അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെർവ് ഡീജനറേഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മളുടെ പ്രശ്നം എന്താണ് അതനുസരിച്ചൊന്ന് ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചൂസ് ചെയ്യും. ഇൻസ്റ്റഗ്രാമിൽ റീസെൻ്റായിട്ട് കണ്ട ഒരു ഫണ്ണി വീഡിയോ ഉണ്ടായിരുന്നു. ഒരു അമ്മൂമ്മ ബർത്ത്ഡേക്ക് കേക്ക് കൊണ്ടുവന്നിട്ട് അത് ഊതി അതിൻ്റെ ക്യാൻഡിൽ കെടുത്തുന്ന സമയത്ത് വെപ്പ് പല്ല് പുറത്തേക്ക് ചാടിപ്പോയി. അങ്ങനെ പോവാണ്ടിരിക്കാൻ
അല്ലെങ്കിൽ അങ്ങനെ പോവാത്ത എന്തെങ്കിലും ഓപ്ഷൻസ് ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ വയസ്സായവർക്കാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ പറ്റി പല്ല് എല്ലാം പോയവർക്കാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഈ പ്രായമാവും തോറും ബോൺ ഇങ്ങനെ ചുരുങ്ങി 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 വരും. പക്ഷേ ഈ ഡെഞ്ചർ അവർ ചിലപ്പോൾ ഒരു 10 വർഷം മുന്നേ ആയിരിക്കും ഈ ഡെഞ്ചർ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ഡെഞ്ചറിൻ്റെ സൈസ് അതുപോലെ തന്നെ ഇരുന്നു. പ്രായം ആവുന്നതനുസരിച്ച് അകത്തുള്ള ഈ ബോണ് ചുരുങ്ങി 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 വന്നപ്പോൾ ഈ ഡെഞ്ചർ അങ്ങ് ലൂസായി. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റോഡോണ്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി ഈ പ്രസൻറ്റ് ബോൺ എങ്ങനെയാണ് അതിൻ്റെ അളവെടുത്ത് പുതിയ ഡെഞ്ചേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ നല്ല ഫിറ്റിംഗ് ഉള്ള ഡെഞ്ചേഴ്സ് കിട്ടും. ഊരി മാറ്റുന്ന ഒരു പ്രശ്നമാണെങ്കിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫിക്സ്ഡ് ആക്കുക. അപ്പോൾ ഈ ഡെഞ്ചറിനെ തന്നെ നമുക്ക് ഇംപ്ലാന്റ് വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് ഊരി ഇളക്കിയിട്ട് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യുകയും ചെയ്യാൻ പറ്റും. കഴിക്കുന്ന സമയത്ത് നല്ല ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ടക്ക് എന്ന് പറഞ്ഞ് ഇംപ്ലാന്റിലായിരിക്കും അത് ഇരിക്കുന്നത്. അപ്പോൾ അത് നല്ലതായിട്ട് ഇരിക്കുമ്പോൾ നല്ല റിജിഡായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും. ഇപ്പോൾ വളരെ കോമൺലി ഏത് കാലത്ത് നമ്മൾ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് വായനാറ്റം. അത് പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ടിപ്സ് ആയിരിക്കും ഡോക്ടർ കൊടുക്കുക? ചിലർക്ക് സത്യമായിട്ടും വായനാറ്റം കാണും, ചിലർക്ക് അതൊരു സൈക്കോളജിക്കൽ കാര്യമായിരിക്കും. സൈക്കോളജിക്കൽ കാര്യമാണെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ അവർക്ക് ആരുടെ മുന്നിൽ നിന്നാലും അവർക്ക് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ല. അവരിങ്ങനെ അയ്യോ എൻ്റെ വാ നാറുന്നുണ്ടോ ടെൻഷനാണ്. അങ്ങനെ ഒരു പേഷ്യൻ്റ് ഈ റീസെൻ്റ്ലി ക്ലിനിക്ക് വന്നു. ഞങ്ങളോട് പറയുന്നത് എനിക്ക് വായനാറ്റമാണ്, എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾ നോക്കുമ്പോൾ നല്ല ഓറൽ ഹൈജീൻ മെയിൻ്റനൻസ്, ഒരു കേടും ഇല്ല, ഗംസ് ഒക്കെ ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്, ടോൺസിലൈറ്റിസ് ഇല്ല, സൈനസൈറ്റിസ് ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. പുള്ളി പറയുന്നത് എനിക്ക് വാ നാറുന്നു, എനിക്കതാ പ്രശ്നം. ഞങ്ങളെല്ലാം നോക്കി കേടുണ്ടോ, ഒന്നുമില്ല. ഫൈനലി ഞാൻ ചോദിച്ചു സത്യമായിട്ട് വായനാറ്റം ഉണ്ടോ, അങ്ങനെ ഫീൽ ചെയ്യാറ് ആര് പറഞ്ഞു, ആരെങ്കിലും പറഞ്ഞിട്ടാണോ പറയുന്നത്? അല്ല എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പം പുള്ളി പറഞ്ഞു ഇല്ല ടെസ്റ്റില്ല, എനിക്ക് എപ്പോഴും വായ നാറുക. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഇച്ചിരി നമ്മുടെ കൈ ഇച്ചിരി ഒന്ന് നക്കിയിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്ക്, എന്നിട്ട് സ്മെല്ലുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ പുള്ളി പറഞ്ഞു അത് ഞാൻ ചെയ്തിട്ടുണ്ട്, അന്നേരം ഒന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇല്ല, അതിൻ്റെ ഒരു ടെസ്റ്റാണ്. നമുക്കൊരു വായനാറ്റം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മളുടെ കൈ ഒന്ന് നക്കി നോക്കിയിട്ട് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയാൽ മതി. വായനാറ്റം ഉണ്ടെങ്കിൽ സ്മെല്ല് വരും, അല്ലെങ്കിൽ ഒരു സ്മെല്ലും വരില്ല. അങ്ങനെ ടെസ്റ്റ് ചെയ്ത് നമ്മൾ സൈക്കോളജിക്കലാണോ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. രണ്ടാമത്തെ കാര്യം, എപ്പോഴും വാട്ടർ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഡ്രൈ ആവുന്ന അനുസരിച്ച് വായനാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒത്തിരി എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ഹോൾ ഡേ വെള്ളമൊന്നും കുടിക്കാതിരുന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ലോങ് അവേഴ്സ് ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് വായനാറ്റം ഉണ്ടാവും. കഫക്കെട്ടുണ്ടെങ്കിൽ, ഉള്ളിൽ പനി ഉണ്ടായിരുന്നു കുറേ നാൾ, കഫക്കെട്ടുണ്ടെങ്കിൽ വായനാറ്റം ഉണ്ടാവും. വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, മോഷൻസ് ഒന്നും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവും. അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഉള്ള ആളാണെങ്കിൽ, ലിവർ സിറോസിസ് അങ്ങനത്തെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ, പിന്നെ ENT പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പോൾ ആദ്യം ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ഗം ഹെൽത്ത് ഒക്കെ പ്രോപ്പറാണോ എന്ന് നോക്കുക. മോണരോഗം ഉള്ളവർക്കും വായനാറ്റം ഉണ്ടാവും. പല്ല് കേടുണ്ടെങ്കിൽ വായനാറ്റം ഉണ്ടാവും. ഇത് ആക്ച്വലി ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. വായിൽ ഏറ്റവും ആദ്യം ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് ഗം ഇൻഫെക്ഷൻസ് ഉണ്ടോ, ക്യാവിറ്റീസ് ഉണ്ടോ, അഴുക്ക് കാൽക്കുലസ് അല്ലെങ്കിൽ ടാർട്ടാർ ഉണ്ടോ എന്നൊക്കെ നോക്കി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആദ്യം ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ENT സ്പെഷ്യലിസ്റ്റിനെയും ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെയും കാണുക. ഇപ്പോൾ പല്ല് തേക്കുന്ന കാര്യം പറയുമ്പോൾ പല്ല് തേക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണ്? അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണോ ശേഷമാണോ, അതോ കഴിക്കുന്നതിന് മുന്നും ശേഷവും ഒക്കെ പല്ല് തേക്കണോ? എങ്ങനെയാണ് അതിൻ്റെ കാര്യം? പല്ല് തേക്കുന്നത് നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് പല്ല് തേക്കുവാണെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് തേക്കുവാണെങ്കിൽ ആ ഡെപ്പോസിറ്റ്സും കൂടെ പോയി കിട്ടും. ജാപ്പനീസ് ആൾക്കാർ ഈ രാവിലെ എണീച്ച് ഉടനെ ബ്രഷ് ചെയ്യില്ല. അവരെന്താ ചെയ്യുന്നത്, ആദ്യം വെള്ളം കുടിക്കുക ചെയ്യുന്നത്, ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിക്കുക ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വായിലുള്ള എല്ലാ ഹെൽപ്ഫുൾ ബാക്ടീരിയ അകത്ത് ഗട്ടിൽ പോവും. അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ബാക്ടീരിയ നമുക്ക് വയറിൽ കാണും. ഡൈജഷൻ കുറച്ചുകൂടെ പ്രോപ്പറായിരിക്കും. കഴിച്ചു കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുവാണെങ്കിൽ ആ ഡെപ്പോസിറ്റ്സ് എല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഹോൾ ഡേ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ ഉച്ചയ്ക്കെല്ലാം ഭക്ഷണം കഴിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ മലയാളീസ് ബ്രഷ് ചെയ്യാതെ
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ പലരും യോജിക്കാതെ വരും. എങ്ങനെയും നമ്മുടെ ഇതാണ് ഇപ്പം ഈതർ നല്ലതായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ മുന്നേ ബ്രഷ് ചെയ്യുക, എന്നിട്ട് നല്ലതായിട്ട് വാ കഴുകി ക്ലീൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രഷ് ചെയ്യുക. നമ്മളുടെ ചോയ്സാണ്. അവസാനമായിട്ടൊരു ചോദ്യം കൂടി. ഇപ്പം നമ്മൾ സ്മൈൽ ഡിസൈനിങ്ങിനെ പറ്റി നമ്മൾ കുറേ സംസാരിച്ചു. അപ്പോൾ ഭംഗിയുള്ള പല്ലുകൾ എന്നതിലുപരി ഈ സ്മൈൽ ഡിസൈനിങ് ചെയ്ത് കഴിയുമ്പോൾ പേഷ്യൻറ്റിന് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ആത്മവിശ്വാസം കൂടാറുണ്ട്. സ്മൈൽ ആൻഡ് ഷൈനിലേക്ക് വരുന്ന രോഗികളിൽ ഈ ഒരു വ്യത്യാസം കാണുന്ന സമയത്ത് ആസ് എ ഡോക്ടർ താങ്കൾക്ക് ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. എനിക്ക് ഒത്തിരി കഥകൾ പറയാനുണ്ട്. ചില കേസസൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, റീസെൻ്റ്ലി ഒരു കേസ് വന്നു, റൊട്ടേറ്റഡ് ടീത്ത് ആയിരുന്നു. അതിനെ ഞാൻ സ്മൈൽ ഡിസൈനിങ് ചെയ്ത് നേരെയാക്കിയെടുത്തു, സ്ട്രെയിറ്റ് ആക്കിയെടുത്തു. ഏത് ഡെൻറ്റിസ്റ്റ് ഉണ്ടായാലും വിചാരിക്കുമോ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്, പാടല്ലേ. അപ്പം എൻ്റെ ഫെലോ ഡെൻറ്റിസ്റ്റ് അന്ന് പറഞ്ഞു, ഇത് എനിക്ക് തോന്നുന്നു മോക്കപ്പൊക്കെ ചെയ്ത് ഒത്തിരി, പക്ഷെ എനിക്കത് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റി. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അവരുടെ പല്ലിനെ ഒട്ടും എഫക്റ്റ് ചെയ്യിപ്പിക്കാതെ നമുക്കത് ട്രാൻസ്ഫോം ചെയ്തെടുക്കാൻ പറ്റിയെങ്കിൽ അത് ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അത് ഐ തിങ്ക് വളരെ ഒരു ഗ്രേറ്റ് ആയൊരു ജോബാണ്. കാരണം ചിരി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ, നമ്മളുടെ ചിരി കാണുമ്പം നമുക്കൊരു കോൺഫിഡൻസ് വരിക എന്നുള്ളത് അത്രയും നമുക്കൊരു സംതൃപ്തി തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഇത്രയും നേരം ചെലവഴിച്ചതിൽ വളരെയധികം നന്ദി. വളരെ നല്ലൊരു സംഭാഷണമായിരുന്നു. നമുക്ക് വളരെയധികം കാര്യങ്ങൾ അറിയാൻ പറ്റി. ഐം ഷുവർ പ്രേക്ഷകർക്കാണെങ്കിലും കോൺവെർസേഷൻ കാണുന്ന സമയത്ത് അവർക്കും കുറേ അധികം അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ദിസ് ടൈം വിത്ത് us. താങ്ക് യു.